മഴ പെയ്ത് ആകെ മുറ്റമൊക്കെ ആകെ പുല്ല് പിടിച്ച് കിടക്കുമായിരുന്നു, നിറച്ച് പുല്ലൊക്കെ ആയിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് പണിക്ക് കിട്ടിയത് പാറുട്ടേച്ചിനെയാണ്. അപ്പോൾ പാറുട്ടേച്ചി വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്താൽ പിന്നെ ആളെല്ലാം ചെയ്തോളും, നല്ല ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളും. അപ്പോൾ 2 തെങ്ങാണുള്ളത്, പിന്നെ കുറച്ച് സീതപ്പഴം, പേര, റംബൂട്ടാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ പാറുട്ടേച്ചി പണി തുടങ്ങിയപ്പോഴേക്കും തെങ്ങിൻ്റെ കടയൊക്കെ വാങ്ങി ഡീസൻ്റാക്കി. പിന്നെ അതിലേക്ക് വേണ്ട പുല്ലൊക്കെ ഇടാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കി. ഞാൻ എപ്പോഴേക്കും അടുക്കളയിൽ പോയി പരിപാടികളൊക്കെ, എൻ്റെ ചോറും കൂട്ടാൻ്റെ പരിപാടികളൊക്കെ കഴിച്ചു വെച്ച് വന്നു. തെങ്ങിൻ്റെ കട വാങ്ങിയതിന് ശേഷം ഇത്തളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പാറുട്ടേച്ചി. ഇത്തളൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ കടയും പോരതിന് ശേഷം മോളുടെ മോനൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവൻ മണ്ണര പിടിക്കാൻ നടക്കുക, എന്തിന് മീൻ പിടിക്കാൻ പോകണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവനാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത്, നദാൻ. അപ്പം അതിന് ശേഷം ചാമ്പയുടെയൊക്കെ പടർന്ന് നിൽക്കണതൊക്കെ വെട്ടിക്കൂട്ടി തെങ്ങിൻ്റെ കടയ്ക്ക് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ അവിടെയുള്ള പുല്ല് വലിക്കാനും കൂടെ നിന്ന് പുല്ലൊക്കെ വലിച്ച് അതും അതുപോലെ തെങ്ങിൻ്റെ കടയിൽ ഇട്ട് കൊടുത്തു. ഒക്കെ പൊട്ടിപ്പോര വേര് പിന്നെയും ഉണ്ടായി വരും. അപ്പോൾ അങ്ങനെ അവിടുത്തെ പുല്ല് വലിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ പണിയെടുക്കാനൊക്കെ പണിയെടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിപ്പണിക്കൊക്കെ നിൽക്കുമ്പോൾ ഒരാൾ കൂടി ഉണ്ടാകുമ്പോൾ നല്ല സന്തോഷമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് പണിയെടുക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് കാരണം കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഓരോന്ന് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ചെടികളുടെ ഒന്നും ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല, മുറ്റത്തെ കഴിഞ്ഞിട്ട് ടൈലുമത്തിയൊക്കെ പുല്ല് വലിക്കാനാണ്. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, മഴച്ചാറലും ഇടയ്ക്ക് നല്ല മഴ പെയ്യും, അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ അതിന് ശേഷം അപ്പോൾ മഴ പെയ്യുമ്പോൾ പാറുട്ടേച്ചി തലയിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഇട്ടിട്ട് ഇരുന്ന് പുല്ല് വലിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒന്നും എടുത്ത് കഴിഞ്ഞിട്ടില്ല. അതിന് ശേഷം പിന്നെയൊക്കെ വൃത്തിയാക്കും. ആ പുറത്തത്തെ കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തുള്ളതൊക്കെ ചെയ്യാനായിട്ട്. അങ്ങനെ വേപ്പ് ഉണ്ടായിരുന്നു, വേപ്പിൻ്റെയൊക്കെ വെട്ടി. എൻ്റെ കണ്ണുമ്മയാണെങ്കിൽ ഇങ്ങനെ നീര് വന്നിട്ടിരിക്കായിരുന്നു ഒരു കണ്ണ്, അലർജിയുടെയാന്നാ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ അതൊക്കെ ചെയ്യണത് കേട്ടോ. അങ്ങനെ അതൊക്കെ വേപ്പൊക്കെ വേപ്പിൻ്റെ ഇലയൊന്നും ആർക്കും വേണ്ടാണ്ട് ഇട്ടേക്കാണ്. അപ്പോൾ എല്ലായിടത്തും വേപ്പൊക്കെ ഉണ്ട് അത് കാരണം. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തൂപ്പൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തു. ചാണപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്നും എടുത്തിട്ടില്ല. ചാണപ്പൊടിയും പിന്നെ വേറൊരു വളം ഉണ്ടായിരുന്നു, രണ്ടും കൂടി ഒക്കെ എല്ലാത്തിൻ്റെ കടയ്ക്കും ഇട്ട് കൊടുത്തു. അങ്ങനെ മുറ്റമൊക്കെ അങ്ങനെ വൃത്തിയാക്കി. അതിനുശേഷം ടൈലുമൊത്ത പുല്ലൊക്കെ കളഞ്ഞിട്ട് അതും നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പുല്ലൊക്കെ എല്ലാ പുല്ലും ചെടിച്ചട്ടിയിലത്തെ പുല്ലൊക്കെ എടുത്ത് അതൊക്കെ നീറ്റാക്കി നല്ല വൃത്തിയാക്കി. ഒക്കെ അടീനിയാണ് കൂടുതലുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വൃത്തിയാക്കി. അവിടുത്തെ ഇടയിലത്തെ പുല്ലൊക്കെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും പാറുട്ടേച്ചിയും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.